പാട്രിയോട്ട് ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ചിത്രത്തിന് കിട്ടുന്നത്. അതുപോലെ ദൃശ്യം 3 ചിത്രത്തിന്റെ ടീസർ നാളെ വരും. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന അതിരടി എന്ന ചിത്രത്തിന്റെ ആദ്യ സിംഗിൾ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പുറത്തിറങ്ങുന്നതായിരിക്കും. ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന ചിത്രത്തിൽ അർജുൻ അശോകന്റെ ക്യാരക്ടർ പോസ്റ്ററും മുരളി ഗോപിയുടെ ക്യാരക്ടർ പോസ്റ്ററും ഇന്നലെ പുറത്തുവിടുകയുണ്ടായി. മെയ് 28-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് എന്നിവർ അഭിനയിക്കുന്ന അംഗം അട്ടഹാസം എന്ന ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 8-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ധനുഷ് നായകനാവുന്ന കര എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 93 ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ 30-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഒരു സിംഗിൾ ഇന്ന് പുറത്തുവിടുകയുണ്ടായി. അങ്ങനെ ആകാംക്ഷകൾക്കൊടുവിൽ ദൃശ്യം 3 ചിത്രത്തിന്റെ ടീസർ നാളെ വൈകുന്നേരം 5 മണിക്ക് പുറത്തുവിടും. 2026-ൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 എന്ന ചിത്രം മെയ് 21-നാണ് റിലീസ് ചെയ്യുന്നത്. ജോർജ് കുട്ടിയും കുടുംബവും മൂന്നാമതും വരുമ്പോൾ എന്ത് സർപ്രൈസാണ് ജിത്തു ജോസഫ് ഇതിലൂടെ കരുതി വച്ചിരിക്കുന്നതെന്നാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനനായകൻ ചിത്രം മെയ് 8-ന് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഒരുപാട് തവണ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചെങ്കിലും ജൂൺ മാസത്തിന് മുമ്പ് ചിത്രത്തിന്റെ റിലീസ് നടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ 1,56 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ചിത്രത്തിന് പ്രീ സെയിലായി ലഭിച്ചത്. വേൾഡ് വൈഡ് ചിത്രത്തിന് 4 കോടിക്ക് അടുത്ത് വരെ FD കളക്ഷൻ ആയിരിക്കുകയാണ്. ചിത്രം മെയ് 1-നാണ് റിലീസ് ചെയ്യുന്നത്. 3 ദിവസം ബാക്കി നിൽക്കെ മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് ചിത്രത്തിന് തുടക്കത്തിലേ ലഭിച്ചിരിക്കുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ 2026-ലെ ഏറ്റവും മികച്ച FD കളക്ഷൻ തന്നെ പാട്രിയോട്ട് എന്ന ചിത്രം ഇടുന്നതായിരിക്കും.